ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ബണ്ണപ്പം. നമ്മുടെ ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ബണ്ണപ്പം. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് ഉലുവ, അത് നമ്മൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് അവലാണ്. നമ്മളിതിന് വെള്ള അവൽ വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ എടുക്കാം. നമ്മളിത് ഫിജിക്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത അവലാണ്. അപ്പോൾ ഇതൊരു 3/4 ഗ്ലാസോളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചിരകിയെടുത്തതാണ്. നമ്മളിത് 3ഉം കൂടിയിട്ട് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ തലേന്ന് ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുമല്ലോ, നമ്മളിതിൽ ഉഴുന്ന് ചേർക്കണില്ല, പകരം നമ്മൾ അവലും തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു മുറി തേങ്ങ കൂടി ചേർക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുകയും വേണം. പിന്നെ വേണ്ടത് ഒരു 3/4 ഗ്ലാസോളം അവലാണ്. ബ്രൗൺ അവലാണെങ്കിൽ അതും ചേർക്കാം. ഇനി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്, അത് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബണ്ണപ്പത്തിന് ടേസ്റ്റ് കൂട്ടുന്നൊരു സ്റ്റെപ്പാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ചട്ടി വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളൊരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല, നമ്മൾ വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നും അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളത് വേഗം നമ്മുടെ മാവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ബണ്ണപ്പത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഉഴുന്ന് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും സ്കിപ്പ് ചെയ്യരുത്. നമുക്കിത് മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. നമ്മളിത് രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തലേന്ന് നമ്മളിത് അങ്ങനെ അടച്ച് വയ്ക്കുക, രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലാണ് ഇത് ചുടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു കയ്യിലും ഒരു ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ട് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് അതിന് ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അതങ്ങോട്ട് അടച്ചു കൊടുക്കുക. ഹോൾസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടച്ചു വെക്കരുത്. ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1 മിനിറ്റ് കൊണ്ട് അപ്പം വെന്ത് കിട്ടും. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ, ഓയിലോ നെയ്യോ നമ്മൾക്ക് ഏതാണോ സൂട്ടാണെന്ന് വെച്ചെങ്കിൽ അതിട്ട് കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് കണ്ടാലറിയാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയിൽ ഉഴുന്ന് കടിക്കുമ്പോഴും പിന്നെ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കെല്ലാതും അങ്ങനെ ചുട്ടെടുക്കാം.
ഏകദേശം എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി കൊണ്ട് നമുക്ക് ഇത്രയും അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ കറിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സോയാബീൻ്റെ മസാലയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഈ അപ്പത്തിൻ്റെ കൂടെ ബണ്ണപ്പത്തിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബണ്ണപ്പും ഈ കറിയും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് അപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ വന്നിട്ടുണ്ട്. ആരൊക്കെ എടുത്തിട്ട് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ഒട്ടും പണിയില്ല, നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ കറിയുടെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.